പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വചനഭാഗത്ത് അപ്പോസ്തലന്മാരെ പിടിച്ച് തടവറയിലാക്കുന്ന ഒരു ഭാഗമാണ്. ഇതാക്കുവാനുള്ള ഒരു കാരണം അപ്പോസ്തലനായ പത്രോസിനെയും കൂട്ടുകാരിലൂടെയും ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ടിട്ട്, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരിലൂടെ നടക്കുന്നത് കണ്ടിട്ട്, പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലടിക്കുവാനും പത്രോസിന്റെ വസ്ത്രം മറ്റുള്ളവരുടെ മേത്തിടുവാനും അങ്ങനെയൊക്കെ വലിയ ദൈവപ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിനെ പിടിച്ച്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ പിടിച്ച് തടവറയിലാക്കി. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ മക്കളായ നമ്മള് ദൈവത്തിന്റെ കൂടെ, കർത്താവായ യേശുവിന്റെ കൂടെ കടന്നു പോകുമ്പോൾ ഒരു തടവറ അനുഭവത്തിന്റെ നടുവിൽ എങ്ങനെയാണ് ഈ തടവറയുടെ ബന്ധനത്തിൽ നിന്ന് എങ്ങനെ വിടുവിക്കുമെന്ന് കരുതി നിൽക്കുന്നതിന്റെ നടുവിലാണ് കർത്താവ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് തടവറയുടെ വാതിൽ അവർക്കായി തുറന്നു കൊടുക്കുന്നത് കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവർത്തനം 5-17 മുതലുള്ള വചനഭാഗത്ത്, പിന്നെ മഹാപുരോഹിതനും സദുക്കയരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കുവെന്ന് പറഞ്ഞു. കാരണം അവരെ വിളിച്ചു വിട്ടത് ദൈവത്തിന്റെ വചനം എല്ലാവരുടെയും അടുക്കലേക്ക് എത്തിക്കാൻ വേണ്ടിയാ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് കാണാൻ കഴിയുന്നു, കർത്താവിന്റെ വചനവുമായി ഇറങ്ങിത്തിരിച്ചവർ എത്രയേറെ പീഡനങ്ങളും എത്രയേറെ പ്രയാസങ്ങളും അനുഭവിച്ച് പൊതു തടവിലൊക്കെ ആക്കുമ്പോൾ ഈ തടവറയിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് അവരുടെ നടുവിൽ കടന്നു ചെന്ന് തടവറയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം ഇന്നും നമ്മുടെ പക്ഷത്താണ്, നമ്മുടെ കൂടെയാണ്. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരാണ് എനിക്കെതിരെ നിൽക്കുക? അപ്പോസ്തലന്മാരുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അവരുടെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വന്നായിരുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തോടു കൂടെയായിരുന്നു കടന്നു പോകാൻ ഇടവന്നത്. 21 മുതലുള്ള വചനഭാഗം ഇങ്ങനെയാണ് വചനം പറയുന്നത്. അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതന് കൂടെയുള്ളവരും വന്നു ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. കാവൽക്കാർ ഭടന്മാർ ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗൃഹം നല്ല സൂക്ഷ്മതയോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്ക് നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല. ഇതെങ്ങനെയാണ് പുറത്തു പോയത്? തടവറ അടച്ചിട്ടേക്കുക. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി. മനുഷ്യൻ അടച്ചിട്ടിരിക്കുന്ന സകല കോട്ടകൾക്കകത്തു നിന്നും പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്നും അവൻ ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അടയപ്പെട്ടിരിക്കുന്ന ചില കോട്ടയ്ക്കകത്തു നിന്ന് എൻ്റെ യേശു എന്നെ ഇന്ന് പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളെ പലപ്പോഴും കർത്താവ് ഇങ്ങനെ വിടുവിച്ചു കൊണ്ടുവന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നിന്ന് യേശു കർത്താവ് നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ സ്വസ്ഥമായി ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. യേശുവിന്റെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു സംരക്ഷണമുണ്ട്. ഇന്ന് ഓർക്കണം, കർത്താവിന്റെ കൂടെയാണെങ്കിൽ ഏത് വലിയ തടവറയുടെ അകത്താണെങ്കിലും, ഏത് വലിയ പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും, ഏത് വലിയ ചങ്ങലകളുടെ നടുവിലാണെങ്കിലും, ഏത് വലിയ അസ്വസ്ഥതയുടെയോ രോഗങ്ങളുടെയോ പ്രശ്നങ്ങളുടെയോ ബന്ധനങ്ങളുടെയോ നടുവിലാണെങ്കിലും നമ്മൾ ഇതിനെ ഒന്നും ഭയപ്പെടേണ്ട. കാരണം ഇത് വിടുവിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്, ഇന്നും ജീവിക്കുന്ന യേശുവപ്പൻ
നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ആ കർത്താവിനെ നമ്മൾ നോക്കി കണ്ട് ഇന്നൊന്ന് ആരാധിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ മധ്യത്തിലേക്ക് അവന്റെ കൃപാസ്നേഹം കടന്നു വരും. അധികാരികളാകാം, നമുക്ക് സ്ഥാനമാനമുള്ളവരാകാം, അധികാരത്തിന്റെ മേൽക്കോയ്മയിൽ ഇരിക്കുന്നവരാകാം, ആരെങ്കിലും ആകട്ടെ, ഇവരൊക്കെ നമ്മളെ എതിർത്ത് നിൽക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യേശു നമ്മുടെ നടുവിൽ കടന്നു വന്നു. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്ന ആ വലിയ കൃപയോർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെയുള്ള അവസ്ഥ അപ്പസ്തോലന്മാർക്കുണ്ടായതുപോലെ ഇത് കേൾക്കുന്ന നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ വിടുവിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതുപോലെ വിടുവിക്കാൻ കഴിയുന്നവന്റെ അഭിഷേകം ഞങ്ങളുടെ നടുവിലേക്ക് നീ അയച്ചതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വവും കൃപയും ഞങ്ങളുടെ അകത്ത് നീ വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. നീ ഞങ്ങളെ നടത്തണമേ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം, നിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. നീ ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.